SNDP യോഗം നോർത്ത് പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പറവൂർ താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. This news brought to you by Kalpaga Weddings, North Paravoor. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്ന ശ്രീനാരായണ ദർശനോത്സവം ഈ വർഷം ഏപ്രിൽ 30 നടക്കുന്ന കൊടിമര ഘോഷയാത്രയോടെ ആരംഭിച്ച് മെയ് 1, 2, 3 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. ദർശനോത്സവത്തോടനുബന്ധിച്ച് നന്ദിയാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപകനായ PR ശാസ്ത്രിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുമെന്നും പറവൂർ താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറവൂർ SNDP യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന മെയ് 1, 2, 3 തീയതികളായി പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ദർശനോത്സവം നടത്തുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യ അറിയപ്പെടുന്ന പ്രഭാഷകരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. 3 ദിവസവും രാവിലെ പൂജാതി കർമ്മങ്ങളോടുകൂടി ആരംഭിച്ച് പ്രഭാഷണം, അതുപോലെ തന്നെ ബിസിനസ് സെഷൻ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് എല്ലാവരും. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ തന്നെ ഗുരുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും ഗംഭീരമായ രീതിയിൽ ഈ ദർശനോത്സവം നടത്തുവാൻ തീരുമാനിച്ചു. അതിൽ പറവൂർ SNDP യൂണിയൻ്റെ കീഴിലുള്ള 72 ശാഖയിലെയും ശാഖാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കുവാൻ ഉള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. SNDP യോഗം നോർത്ത് പറവൂർ യൂണിയൻ്റെ ശ്രീനാരായണ ദർശനോത്സവം 2026 ഈ വരുന്ന ഏപ്രിൽ 30 തീയതി വൈകിട്ട് 3 മണിക്ക് പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര രഥ ഘോഷയാത്രയോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവങ്ങൾക്ക് തുടക്കമാവുക. പറവൂർ SNDP യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശനോത്സവം ഈ വർഷം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പറവൂർ SNDP യൂണിയൻ്റെ അഭിമാനമായ ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായി അറിയപ്പെടുന്ന SNV സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപകനായ PR ശാസ്ത്രി സാറിൻ്റെ 6.5 അടി പൊക്കമുള്ള പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ദർശനോത്സവത്തിൻ്റെ മോടി കൂട്ടിക്കൊണ്ട് ഈ ദർശനോത്സവം സമാരംഭം കുറിച്ചുകൊണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഗുരുനിയോഗമെന്നോണം പറവൂർ SNDP യൂണിയൻ്റെ ദർശനോത്സവം നടക്കുന്ന അതേ വേളയിൽ തന്നെയാണ് SNV സ്കൂള് സ്ഥാപിച്ചിട്ട് 90 വർഷം തികയുന്നതിൻ്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കൂടി ആ മഹനീയമായ രീതിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം ഇന്ത്യയിലെ തന്നെ മികച്ച പ്രഭാഷണം നടക്കുമ്പോൾ പൂജാതി കർമ്മങ്ങളൊക്കെ ശിവഗിരിക്കുന്നിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വർഷം ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ രചിച്ച ഹോമമന്ത്രം, അതൊരു സമൂഹ ഹോമമന്ത്രാർച്ചനയായി അവിടെ എത്തുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ആ ഹോമമന്ത്രാർച്ചനയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ, ആ ഹോമമന്ത്രാർച്ചനയിൽ നേരിട്ട് ദ്രവ്യങ്ങൾ അർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു
ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തൊന്നും അങ്ങനെ ഇത്രയും വലിയ ഒരു ഹോമമന്ത്രാർച്ചന നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതൊരു വലിയ ഭക്തി നിർഭരമായ ചടങ്ങാണെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ 30ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന സോപാന സംഗീതമടക്കമുള്ള പരിപാടികൾ തിരുവനന്തപുരം ഇന്ന് കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന തിരുവനന്തപുരത്തെ വലിയ ടീമായ സാരംഗി ഭജൻസിൻ്റെ ഭജൻസോടു കൂടിയാണ് ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവം സമാപിക്കുന്നത്. ഈ മഹനീയമായ ചടങ്ങിൽ പറവൂർ SNDP യൂണിയൻ്റെ 72 ശാഖയിലെയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അത് കൊർത്തിണക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏത് സമയത്ത് ആ ദർശനോത്സവ വേദിയിലോട്ട് കടന്നു വന്നാലും ആ സമയത്തൊക്കെ പ്രോഗ്രാമുകൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാകുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻ വർഷത്തേക്കാൾ അധികം കൂടുതൽ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ രീതിയിൽ അവർക്ക് വരുന്നവർക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പറവൂർ SNDP ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോകം മുഴുവൻ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ലോകജനത മനസ്സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി അറിയുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളാണ് മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ പര്യാപ്തമായിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഗുരുദേവൻ്റെ ദർശനങ്ങളും ചിന്തകളും വിചാരങ്ങളും വാക്കുകളുമെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷം തോറും പറവൂർ SNDP യൂണിയൻ നടത്തിവരുന്ന ശ്രീനാരായണ ദർശനോത്സവം 2026 മെയ് 1, 2, 3 തീയതികളിലായിട്ട് നടത്തുകയാണ്. 30-ാം തീയതി വൈകുന്നേരം 3:30 പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാനത്തു നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കൊടിമരം കൊടിക്കയർ വഹിച്ചുകൊണ്ട് രഥഘോഷയാത്രയാക്കി പറവൂർ നഗരത്തെ ചുറ്റിക്കൊണ്ട് SNV സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് ബ്രഹ്മശ്രീ സുഗതൻ തന്ത്രികൾ അവർകളാണ്. 1-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SNDP യോഗത്തിൻ്റെ സമാരാധ്യനായ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവർ നിർവഹിക്കുമ്പോൾ അതിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ MN സോമൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ രമേശ് D കുറുപ്പ് തുടങ്ങിയ വ്യക്തിത്വങ്ങളും SNV സ്കൂളിന് ഒരു ബസ് സംഭാവനയായിട്ട് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട MP ഹൈബി ഈഡൻ അവർകളും സംബന്ധിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഉദ്ഘാടന കർമ്മവും ആ പരിപാടിയിൽ നടത്തുന്നു. 3-ാം തീയതി നടക്കുന്ന പ്രതിമ അനാച്ഛാദനം PR ശാസ്ത്രി സാറിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദന കർമ്മം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ നിർവഹിക്കുമ്പോൾ ആ ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ട് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ പങ്കെടുക്കും. അതോടൊപ്പം കൈപ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ, വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, പറവൂർ മുനിസിപ്പാലിറ്റിയുടെയും ഏലൂർ മുനിസിപ്പാലിറ്റിയുടെയും പ്രസിഡന്റുമാരെ തുടങ്ങിയ മഹനീയ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുക. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് യൂണിയൻ കമ്മിറ്റി കൈക്കൊണ്ടിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദർശനോത്സവം ആത്മീയവും സാംസ്കാരികവുമായ ഉണർവിന് വഴിയൊരുക്കുമെന്ന് സംഘാടകർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ.